അങ്ങനെ വീണ്ടും അനാമിക നമ്മുടെ അനിയുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് നേരെ അനന്തപുരിയിലേക്ക് കയറി വരുന്നുണ്ട്. കാരണം അനിയുടെയും അനാമികയുടെയും ജീവിതം ഒരിക്കലും തകരരുതെന്ന് കരുതിയിട്ട് ദേവേന തന്നെയാണ് കേട്ടോ ആ കടുങ്കൈ ചെയ്യുന്നത്. പാവം അനിയാണെങ്കിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചായിരുന്നു. എല്ലാം വെറുതെ ആയി പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ അനിക്കാണെങ്കിലും നല്ല സങ്കടമാവുന്നുണ്ട്. ഇവളെ കാണുമ്പോൾ തന്നെ അനിക്കാണെങ്കിലും ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. എല്ലാം പോയല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ അനിയാണെങ്കിലും റൂമിലോട്ട് കയറി പോകുന്നുണ്ട്. അപ്പൊ ദേവാനിയോട് അനി ചോദിക്കുന്നുണ്ട്, എന്താ വല്യമ്മയുടെ പ്രശ്നം? വല്യമ്മ എന്തിനാ അവളെ പോയി തിരിച്ചു വിളിച്ചോണ്ട് വന്നത്? ഞാൻ പറഞ്ഞതല്ലേ വല്യമ്മയോട് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ടെന്നുള്ള കാര്യം. അപ്പൊ ദേവയാനിയാണെങ്കിലും ചോദിക്കുന്നുണ്ട്, അങ്ങനെ അവളെ വിടാൻ പറ്റുമോ മോനെ? അവള് നിന്റെ ഭാര്യയല്ലേ? ഈ വീട്ടിലെ ചെറിയ മരുമോളല്ലേ അവള്? ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഭാര്യയും ഭർത്താവായിട്ട് ഇവിടെ ജീവിക്കേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനിയാണെങ്കിലും ചോദിക്കുകയാണ്, വല്യമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ അവൾ എന്തുമാത്രം ഫ്രോഡാണെന്നുള്ള കാര്യം. അവളുടെയും അവളുടെ വീട്ടുകാരുടെയും കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചത് വല്യമ്മ തന്നെയല്ലേ? അവളുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതൊന്നും അല്ലെന്നുള്ളത് വല്യമ്മയ്ക്ക് അറിയാമല്ലോ. പിന്നെ എന്തിനാ വല്യമ്മ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം, എന്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അവളെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അനി. ദേവാനി പറയുന്നുണ്ട്, മോൻ എന്താ മോൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? മോന്റെ ജീവിതം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പൊ അനി ചോദിക്കുന്നുണ്ട്, ഓഹോ അങ്ങനെയാണല്ലേ? അതിനേട്ടത്തി ഒരു അഴിഞ്ഞാട്ടക്കാരിയായ പെണ്ണായിരുന്നെങ്കിൽ, ഇതുപോലത്തെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന പെണ്ണാണെന്നൊക്കെ അറിഞ്ഞായിരുന്നെങ്കിൽ വല്യമ്മ നയനേട്ടത്തിയെ ചേർത്ത് നിർത്തുമായിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ലല്ലോ, നയനച്ചി ഇങ്ങോട്ടേക്ക് മരുമകളായിട്ട് വന്ന സമയത്ത് വല്യമ്മ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് കൂട്ടിയത്? എല്ലാ സ്വഭാവ ഗുണങ്ങളും നയനേട്ടത്തിക്ക് ഉണ്ടായിട്ടും സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന ഫാമിലിയാന്ന് അറിഞ്ഞിട്ടും ഒക്കെ കൂടി വല്യമ്മ പണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവളെ പുറകോട്ട് നിർത്തിയില്ലേ? ഈ കുറച്ച് നാൾ മുമ്പ് വരെയും നയനേട്ടത്തിയെ വല്യമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. എത്ര തവണ വല്യമ്മ ആദർശേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഏട്ടത്തിയെ ഡിവോഴ്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇപ്പൊ എന്താ വല്യമ്മയ്ക്ക് അതൊന്നും സാധിക്കാത്തത്? ആദർശേട്ടനും നയനേട്ടത്തിയും തമ്മിൽ പ്രശ്നങ്ങളായിരുന്നപ്പോൾ പോലും നയനേട്ടത്തി ഒരിക്കലും ഒരു വഴിവിട്ട ബന്ധത്തിലോട്ട് പോയിട്ടില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സ്വഭാവ ഗുണം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർക്കിപ്പോൾ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉള്ളത്. എല്ലാവരും അത് അംഗീകരിക്കുന്നതും. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല വല്യമ്മേ. അനാമികയുടെ സ്വഭാവം വല്യമ്മയ്ക്ക് അറിയാമല്ലോ. എൻ്റെ ജീവിതം നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവരും കൂടെ അവളെ ഇങ്ങോട്ടേക്ക് പിന്നെയും കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതാണല്ലോ എല്ലാവർക്കും ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ദേവേനയാണെങ്കിലും പറയുന്നുണ്ട്, മോനെ അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല മോനെ. ശരിയാണ്, ആദ്യമൊക്കെ ആദർശിന്റെ ജീവിതത്തിൽ നിന്ന് നയനെ പറിച്ചു മാറ്റാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് തെറ്റായി പോയെന്ന് എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. എനിക്ക് എൻ്റെ ആദർശമാനെ പോലെ തന്നെയാ നീയും. നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. അവളാണെങ്കിലും ഇപ്പം മോനോട് പിണങ്ങിപ്പിരിഞ്ഞ് അവളുടെ വീട്ടിൽ പോയി നിന്നാൽ നമ്മുടെ ബന്ധുക്കളോടും അയൽവക്കക്കാരോടും ഒക്കെ നമ്മൾ തന്നെ അതിന് സമാധാനമൊക്കെ പറയണ്ട മോനെ. തന്നെയുമല്ല ഇന്ന് വരെ ഈ കുടുംബത്തിൽ നടക്കാത്ത കാര്യമാണ് ബന്ധം പിരിഞ്ഞു പോവുക എന്നുള്ളത്. അതും കൂടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശൻ ഉണ്ടാക്കുന്ന നാണക്കേട് ചെറുതൊന്നും അല്ലാന്ന് നിനക്കറിയാവല്ലോ മോനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനിയാണെങ്കിലും പറയുകയാണ്, ഓഹോ, ബന്ധുക്കൾ എന്ത് പറയും, വീട്ടിലുള്ളവർ എന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ആരൊക്കെ എന്തൊക്കെ പറയും എന്നൊക്കെ നോക്കി നോക്കിയിട്ടാണല്ലോ ഇപ്പൊ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ച് പോവില്ലെന്ന് അറിഞ്ഞിട്ടും മകന്റെ കാര്യത്തിലാണെങ്കിലും മകളുടെ കാര്യത്തിലാണെങ്കിലും ആർക്കും ഒരു ഇതുമില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാത്രമാണ് വലുത്. സ്വന്തം മകനാണെങ്കിലും മകളാണെങ്കിലും പൊരുത്തപ്പെട്ടു പോകാത്ത ഒരു ജീവിതത്തിലാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും എന്നൊക്കെ ഓർത്തിട്ടാണോ വല്യമ്മ ജീവിക്കേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ തുടരുന്നത് കൊണ്ട് എന്തുമാത്രം ആപത്തുകളാണ് ഉണ്ടാകുന്നുള്ളത് വല്യമ്മയ്ക്ക് അറിയാമല്ലോ. നിവർത്തിയില്ലാഞ്ഞിട്ടാ പലരും പോയി കടുങ്കൈ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. ദേവയാനിയാണെങ്കിലും പറയുകയാണ്, മോനെ എന്തൊക്കെയാ മോനെ നീ പറയുന്നത്? നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാ മോനെ ഞാൻ പറഞ്ഞത്. ഓരോ പെൺകുട്ടികളാണെങ്കിലും കല്യാണം കഴിഞ്ഞാൽ തിരികെ വീട്ടിൽ പോയി നിന്നാൽ അവിടെ പോയി കിടന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതല്ലേ. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ജീവിതം ഇവിടെ വഴിമുട്ടി നിൽക്കുമ്പോഴും വീട്ടുകാർ പറയും, നാട്ടുകാരറിയും, അവരറിയും, ഇവരറിയും, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പ്രശ്നം കൂടുതൽ വഷളാവുന്നതൊക്കെ അനി പറയുകയാണ്. അവസാനം എല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് കിടന്ന് കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ എന്താ വലിയമ്മ കാര്യം? ഈ പ്രശ്നങ്ങളൊക്കെ വഷളാവുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രതിവിധിയോ പരിഹാരമോ കണ്ടെത്തണം. ഇനിയും അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ കൊല്ലാക്കൊല ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതേ തീരുമാനം തന്നെയായിരിക്കും എനിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്ന് ജീവനില്ലാത്ത എൻ്റെ ശരീരം ഇവിടെ കൊണ്ട് വെക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടാ മതിയായിരുന്നു എന്ന്. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായവളെ അന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കിയാൽ മതിയായിരുന്നു എന്ന്. ഇപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവസാനം എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു കഴിഞ്ഞിട്ട് അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ വല്യമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അനാമികയെ ഒരിക്കലും എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കില്ല വല്യമ്മേ. എനിക്കതിന് കഴിയത്തുമില്ല. ഇനി നന്ദുവായിട്ടുള്ള ഒരു ജീവിതം എനിക്ക് കിട്ടിയില്ലെങ്കിൽ കൂടിയും അനാമികയുമായിട്ട് ഒത്തുപോകാൻ എനിക്കിനി കഴിയില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ട് അനി ഇവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ ദേവേനയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് മുത്തശ്ശൻ്റെ റൂമിലോട്ട് എത്തുകയാണ്. അതായത് മുത്തശ്ശനും മുത്തശ്ശിയും അജയനും ജയനും ദേവേനയും ആദർശും നയനയുമാണ് കേട്ടോ.
എന്താണ് മോളെ കാര്യം എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുമ്പോഴേക്കും ദേവയാനിയാണെങ്കിലും അനി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനാമികമായിട്ട് ഒത്തുപോകാൻ സാധിക്കില്ലെന്ന് അവൻ പറയുന്നത്. ഇനിയിപ്പോൾ നന്ദുവായിട്ടുള്ള ഒരു ജീവിതം അവന് കിട്ടിയില്ലെങ്കിൽ പോലും അനാമികമായിട്ട് ഒത്തുപോകാൻ അവൻ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവന്റെ ഇന്നത്തെ സംസാരം കേട്ടിട്ട് അനാമികമായിട്ട് ഒരിക്കലും ഇനി അവൻ ഒത്തുപോകാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നയനയാണെങ്കിലും പറയുന്നുണ്ട്, അതൊന്നും സാരമില്ലമ്മേ, അതൊക്കെ ശരിയായിക്കോളും. ഈ അനാമിക നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം. ബാക്കി ആരൊക്കെ അനിയുടെ ജീവിതത്തിലേക്ക് നന്ദുവിനെ കൊണ്ടുവരാൻ ശ്രമിച്ചാലും നമ്മുടെ നയന അതിനൊട്ടും സമ്മതിക്കുന്നില്ല കേട്ടോ. നയന ഓരോരോ ഇടങ്കോൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ നയനയാണ് കേട്ടോ ഇതിന് ഏറ്റവും അധികം എതിർപ്പ് കാണിക്കുന്നതും. തുടക്കത്തിലൊക്കെ നന്ദുവും അനിയും ഒന്നിക്കുന്ന കാര്യത്തിൽ നമ്മുടെ നവ്യാണെങ്കിലും ഓക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ നയനയാണെങ്കിലും ഒട്ടും അതിന് സമ്മതിക്കുന്നുമില്ല. ആ ഒരു സമയത്ത് നയന ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ തന്നെ അനിയും നന്ദുവുമായിട്ടുള്ള വിവാഹം നടക്കുകയും ചെയ്തേനെ. ഈ പ്രശ്നങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ലായിരുന്നു. അനിയുടെ ജീവിതവും വളരെ ഹാപ്പി ആയിട്ട് തന്നെ പോയേനെ. പക്ഷെ ഇവിടെയും എല്ലാത്തിനും കാരണക്കാരിയായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന നയനെ തന്നെയാണ് കേട്ടോ. നയന ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അനിയെ ഇപ്പൊ ഇങ്ങനൊരു ചതിക്കുഴിയിലോട്ട് തള്ളിവിടേണ്ടി വരില്ലായിരുന്നു എന്ന് തന്നെയാണ് ആദർശം പറയുന്നത്. എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുകയും ഇപ്പോഴാണെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം എത്തിയതിന് ശേഷമാണെങ്കിൽ പോലും അനാമിക അനിയുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയാൻ സമ്മതിക്കാത്തതും നയനയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും തന്നെ നന്ദുവിനെ ഇനി അനിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തീർത്ത് പറയുന്നത് നയന തന്നെയാണല്ലോ. നയന അങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നീ ഒറ്റയൊരുത്തി തന്നെയാണ് ഈ വിഷയങ്ങൾക്കെല്ലാം കാരണം. അപ്പൊ ജയനാണെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്തിനാ ആദർശ് മോനെ മോളെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ആദർശാണെങ്കിലും പറയുന്നുണ്ട്, അല്ലച്ചാ, ഇവൾ കാരണം തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അന്ന് തന്നെ ഇവൾക്ക് എല്ലാം അറിയാമായിരുന്നു. എല്ലാവരോടും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. ദേവേനാണെങ്കിലും പറയുകയാണ്, അന്ന് ഞാൻ സമ്മതിക്കില്ലായിരുന്നു, അത് ഉറപ്പാ. ഞാനും ജലജയും ജാനകിയൊക്കെ അന്ന് അതിനെതിരെ നിന്നിരുന്നുവെങ്കിലും പക്ഷേ മുത്തശ്ശനും ജയേട്ടനും അജയനും അതുപോലെ തന്നെ ആദർശും ഒക്കെ ഇക്കാര്യത്തിന് സപ്പോർട്ട് ചെയ്തേനെ. അന്ന് അങ്ങനെ മോള് പറഞ്ഞിരുന്നെങ്കിൽ തന്നെ നന്ദു ഇപ്പൊ ഈ സ്ഥാനത്ത് ഉണ്ടായിരുന്നേനെ. ഇന്നിപ്പം നമ്മുടെ കുടുംബത്തിലുള്ള ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തുമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, ഇവരെല്ലാം പറഞ്ഞതിനോട് തന്നെയാണ് മോളെ ഞാനും യോജിക്കുന്നത്. ഇപ്പോഴാണെങ്കിലും നന്ദുവിന്റെ കാര്യത്തിൽ നീ തന്നെയല്ലേ മോളെ സമ്മതിക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അച്ഛാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നയന പറയാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ പറയുന്നുണ്ട്, വേണ്ട മോളെ ഒന്നും പറയണ്ട. അനാമികയുടെ കാര്യത്തിൽ അജയനാണ് തീരുമാനം പറയേണ്ടത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അജയനാണെങ്കിലും പറയുന്നുണ്ട്, അച്ഛാ, ഞാനെന്ത് പറയാനാ അച്ഛാ? ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് അവളുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതല്ലെന്ന്. അവളുടെ അച്ഛനും അമ്മയ്ക്കും ആണ് അങ്ങനെ ഒരു സ്വഭാവമെങ്കിലും നമുക്കതൊരു വിഷയമില്ലായിരുന്നു. അവർക്ക് സാമ്പത്തികം ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പക്ഷെ അവളുടെ അച്ഛനും അമ്മയും ഫ്രോഡാണെന്നും അവർ കുഴപ്പക്കാരാണെന്നുള്ളതൊക്കെ നമ്മൾ ഇതിനോടകം തന്നെ അറിഞ്ഞു കഴിഞ്ഞു. അനാമികയുടെ സ്വഭാവം എങ്കിലും നല്ലതായിരുന്നെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പം അങ്ങനെയല്ലല്ലോ. അനാമികയാണല്ലോ ഇപ്പം വഴിപഴിച്ച് നടക്കുന്നത് തന്നെ. അവക്കിപ്പം ഒരുപാട് വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഉണ്ട്. അവളാണെങ്കിൽ പല പയ്യന്മാരുമായിട്ട് പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. അതെന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേരെ തന്നെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അച്ഛാന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് വരെ ഈ കുടുംബത്തിലെ ഏതെങ്കിലും പെൺകുട്ടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടികളും പുറത്തു പോയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് വരെ അവരെക്കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് കേട്ടിട്ടുണ്ടോ അച്ഛാ? ആ സ്ഥാനത്താ ഇങ്ങനെ ഒരു അസത്ത് ഇവിടെ വന്ന് കയറിയേക്കുന്നത്. ഞാൻ എന്ത് തീരുമാനം പറയാനാ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ജയനാണെങ്കിലും മാറുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശാണെങ്കിലും പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മോനെ, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അബിയുടെ തനി സ്വഭാവം എല്ലാവരും കണ്ടതല്ലേ. അബിയും അഴിഞ്ഞാടി തന്നെയല്ലേ നടക്കുന്നത്. എന്ത് ചോദിച്ചാലും അവൻ ഉടനെ ആദർശിന്റെ മേലെ പഴിയിട്ടുകൊണ്ട് തിരിച്ചു ചോദിക്കുകയല്ലേ ചെയ്യുന്നത്. അബി പോലും അവൻ ചെയ്ത തെറ്റിനെ ഓർത്തിട്ട് പോലും അവൻ കുറച്ച് അടങ്ങുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നയന് പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്നുള്ളത് അവനറിയാം മുത്തശ്ശി. എന്നിട്ടും അവന്റെ അഭിനയത്തിനൊന്നും ഒരു കുറവുമില്ലാന്ന് പറയുകയാണ്. അവനെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അങ്ങനെ അജയനാണെങ്കിലും പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് നോക്കാം. ഇനിയും ഇക്കാര്യം ഗൗരവമില്ലാതെ എടുക്കരുത്. വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ഈ കാര്യം ചെയ്യണം. അല്ലെങ്കിൽ അത് അനിയുടെ ജീവിതത്തെ തന്നെ ബാധിക്കും എന്നൊക്കെ ജയൻ പറയുന്നുണ്ട്. ദേവാനി പറയുന്നുണ്ട്, അതെ അച്ഛാ, എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെയ്തേ പറ്റുള്ളൂ. അവൻ മുമ്പേ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തന്നെ വിഷമമായി. അവന്റെ തീരുമാനത്തിൽ അവൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഒരിക്കലും അവളെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവളുടെ കൂടെ ജീവിക്കേണ്ടി വന്നാൽ അവൻ ഈ ഭൂമിയിൽ തന്നെ കാണില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് അവൻ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ എനിക്കൊരുപാട് സങ്കടമാവുന്നുണ്ട് അച്ഛാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവളെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും ചുമ്മാ ഓരോ കാരണങ്ങളുണ്ടാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ച് കയറി ചെന്ന് അവളെ ഭീഷണിപ്പെടുത്തുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇതെല്ലാം അവക്കും ഒരു തലവേദനയാകുന്നുണ്ട് അച്ഛാ. ഇവൻ കാരണം നന്ദുവിന്റെ ഡ്യൂട്ടി പോലും മര്യാദയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ തന്നെ പറഞ്ഞു വിലക്കിക്കോളാം. ഇനി എന്തായാലും നന്ദുവിനെ അവൻ ശല്യം ചെയ്യത്തില്ല എന്നൊക്കെ മുത്തശ്ശനാണെങ്കിലും പറയുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, അവനെ ശ്രദ്ധിക്കണം. അവൻ ആകെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. അവന് നമ്മൾ എന്ത് പറഞ്ഞാലും അത് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പം. അവന്റെ കുഞ്ഞു മനസ്സാണ്. ആ മനസ്സിൽ അപ്പടിയും നന്ദുവിന്റെ ചിന്തകൾ മാത്രമേ ഉള്ളൂ അവന്. ദേവയാനി പറഞ്ഞ പോലെ അവൻ അരുതാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അവനെ അതിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കരുത്. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവൻ അവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ എന്താ അവൻ ചെയ്തു കൂടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.
ദേവേനാണെങ്കിലും പറയുന്നുണ്ട്, "അതേ അച്ഛാ, നമ്മൾ അവനെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അവന്റെ സംസാരമൊക്കെ കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്." മുത്തശ്ശൻ പറയുന്നുണ്ട്, "അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവന് മനസ്സ് വിഷമിക്കാത്ത പോലെ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിച്ചോളാം. അവനെ എങ്ങനെയെങ്കിലും അവന്റെ പഴയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നീയും ചെയ്യണം ആദർശ്" എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, "എന്തായാലും നമുക്ക് 1, 2 മാസം കൂടെ അവളെ ഒന്ന് വീക്ഷിക്കാം. അനാമയും അനിയുമായിട്ട് ഒന്നു ചേർന്ന് പോകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. നമുക്ക് നമ്മുടെ മോന്റെ ജീവിതം വലുതല്ലേ" എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഓരോ ദിവസം ഈ കാര്യം ഇങ്ങനെ വഷളാക്കിക്കൊണ്ടിരുന്നാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാണ്? 1, 2 മാസം കൂടെ കഴിയട്ടെ. എന്നിട്ടും ഇതേ അവസ്ഥയിൽ തന്നെയാണ് അവർ തുടരുന്നതെങ്കിൽ നമുക്ക് അന്നേരം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാന്നൊക്കെ പറയുകയാണ് ട്ടോ. മുത്തശ്ശനാണെങ്കിലും അനിയെ വിളിക്കുകയാണ്. അനി വന്നിട്ടാണെങ്കിലും ചോദിക്കുന്നുണ്ട്, "എന്താ മുത്തശ്ശ" എന്ന്. "നീ ഇപ്പം മാനസികമായിട്ട് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണെന്നുള്ളതൊക്കെ എനിക്കറിയാം. എന്താ നിന്റെ പ്രശ്നം?" എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനിയാണെങ്കിലും പറയുന്നുണ്ട്, "അത് പിന്നെ മുത്തശ്ശ, മുത്തശ്ശന് അറിയില്ലേ കാര്യങ്ങൾ" എന്നൊക്കെ ചോദിക്കുകയാണ്. "എന്താടാ? എന്താ നിന്റെ പ്രശ്നം? എന്താ നിന്റെ കാര്യം എന്ന് വെച്ചാൽ നീ പറയുന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. "ഒരിക്കലും അനാമിക എന്ന് പറയുന്നവളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല മുത്തശ്ശ. എന്താ മോനെ നിനക്കിപ്പം അങ്ങനെ തോന്നാൻ? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം?" എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അനിയാണെങ്കിലും പറയുന്നുണ്ട്, "ഇപ്പോഴല്ല മുത്തശ്ശ. അവളുമായിട്ടുള്ള കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു അച്ഛാ. ഞാൻ ഇക്കാര്യം നയനേച്ചിയോടും ആദർശേട്ടനോടും ഒക്കെ പറഞ്ഞതാണ്. എനിക്ക് നന്ദുവിനെ മാത്രമാണ് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞതാണ്. നന്ദുവിന്റെ സ്ഥാനത്ത് എനിക്ക് ഒരിക്കലും ഇവളെ കാണാൻ പറ്റില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ" എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, "വിവാഹം കഴിഞ്ഞില്ലേ മോനെ? നിനക്കിനി കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അനാമികയുടെ കൂടെ ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങിക്കൂടെ" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കാണെങ്കിലും ദേഷ്യം വരികയാണ് കേട്ടോ. അനി പറയുന്നുണ്ട്, "മുത്തശ്ശ, അതൊരിക്കലും സാധിക്കില്ല മുത്തശ്ശ. കാരണം അവളുടെ സ്വഭാവം നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. അവള് പക്ക ഫ്രോഡാണ്. ഞാൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലുണ്ടെന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെ അവൾ അന്യ പയ്യന്മാരുടെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടതാണ്. അതുപോലെ തന്നെ അവളിവിടെ കയറിക്കൂടിയത് എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നും അല്ല. അവള് ലക്ഷ്യം വെക്കുന്നത് വേറെന്തോ ആണ് മുത്തശ്ശ" എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനി പറയുന്നുണ്ട്. മുത്തശ്ശൻ ഉടനെ പറയുന്നുണ്ട്, "നന്ദുവിനോടുള്ള ഇഷ്ടം കൊണ്ട് നീ വെറുതെ അനാമികയെ ഇങ്ങനെ കുറ്റം പറയാൻ നിൽക്കണ്ട മോനെ. അതൊക്കെ നിന്റെ തോന്നല് മാത്രമായിരിക്കും" എന്നൊക്കെ പറയുകയാണ്. അനി പറയുന്നുണ്ട്, "മുത്തശ്ശ, അതൊന്നും എൻ്റെ തോന്നലല്ല. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് മുത്തശ്ശ" എന്നൊക്കെ ഇങ്ങനെ അനി പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുമ്പോഴേക്കും മുത്തശ്ശന് പിന്നെ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണ് ട്ടോ. മുത്തശ്ശനാണെങ്കിലും അനിയോട് ചോദിക്കുന്നുണ്ട്, "മോനെ, ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ?" എന്ന് ചോദിക്കുന്നുണ്ട്. അനി പറയുന്നുണ്ട്, "അതെന്ത് ചോദ്യാ മുത്തശ്ശ? മുത്തശ്ശൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കാതിരിക്കുവോ? ഞാൻ മുത്തശ്ശനെയും ആദർശേട്ടനെയും കണ്ടല്ലേ വളർന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്." അപ്പം മുത്തശ്ശൻ പറയുകയാണ്, "ശരി. ഇനി നീ നന്ദുവിനെ ശല്യം ചെയ്യാൻ പാടില്ല മോനെ. നന്ദു ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയിലിരിക്കുന്ന കുട്ടിയാണ്. അവളെ നീ ശല്യം ചെയ്യുന്നത് അവളുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്നത് പോലെയാകും. അതുകൊണ്ട് നീ അവളെ ശല്യം ചെയ്യല്ലെന്നൊക്കെ പറയുന്നുണ്ട്." അപ്പോഴേക്കും നമ്മുടെ അനിയാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. തലയും കുനിച്ച് മിണ്ടാതെ നിൽക്കുകയാണ് ട്ടോ. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, "എന്താ മോനെ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനിയാണെങ്കിലും പറയുന്നുണ്ട്, "അത് പിന്നെ മുത്തശ്ശ" എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, "എന്താ മോനെ, നിനക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണോ?" എന്നിങ്ങനെ ചോദിക്കുകയാണ് ട്ടോ. അപ്പം അനി പറയുന്നുണ്ട്, "ഇല്ല മുത്തശ്ശ, ഞാൻ എന്തായാലും ശ്രമിക്കാന്നൊക്കെ പറയുന്നുണ്ട്." "ശ്രമിക്കാന്നല്ല മോനെ, നീ അത് ചെയ്യണം" എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. "നന്ദു എങ്ങനെയാണ് ആ ഒരു ജോലിയിൽ എത്തിപ്പെട്ടതെന്നുള്ള കാര്യമൊക്കെ നിനക്കറിയാവല്ലോ മോനെ. ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ജോലി ആ കുട്ടിയുടെ സ്വപ്നമായിരുന്നു. ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിനക്ക് ഞാൻ പറയാതെ തന്നെ അറിയാവല്ലോ. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു സ്റ്റേഷനിലെ എസ്ഐ ആവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിൽ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്നുള്ളത് നിനക്കറിയാവല്ലോ. നിന്റെ കാര്യമാണെങ്കിലോ ഒന്നും അറിയാതെയാണ് നിന്റെ കയ്യിലേക്ക് 3 ബ്രാഞ്ച് എടുത്ത് തന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അധ്വാനത്തിന്റെ വില എന്താണെന്ന് അറിയില്ല മോനെ. അതുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ജോലി നിന്റെ കയ്യിൽ തന്നിട്ടും നീ അതൊന്നും വകവയ്ക്കാതെ ഇങ്ങനെ നടക്കുന്നത്. എന്നാൽ കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും അധ്വാനത്തിന്റെയൊക്കെ വില ആ കുട്ടിക്ക് നന്നായിട്ട് അറിയാം. ആ കുട്ടിക്ക് ഇപ്പോഴാണെങ്കിൽ ആ സ്റ്റേഷനിൽ ഒരു വിലയും നിലയൊക്കെ ഉണ്ട്. അത് നീയായിട്ട് കളഞ്ഞു കുടിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. വഴിയിൽ തടഞ്ഞു നിർത്തുകയും സ്റ്റേഷനിലേക്ക് ഒരു കാരണവുമില്ലാതെ ഇടിച്ചു കയറി ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനൊന്നും നീ ചെയ്യല്ലേ മോനെ. നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ തെറ്റുകളൊന്നും സംഭവിക്കില്ലെന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും അനി മിണ്ടാതെ നിൽക്കുകയാണ്. മുത്തശ്ശനാണെങ്കിലും അനിയുടെ കൈ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, "എന്താ മോനെ, ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ നിനക്ക് താല്പര്യമില്ലേന്ന്" ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, "ഇല്ല മുത്തശ്ശ, ഞാൻ അനുസരിച്ചോളാം" എന്നൊക്കെ അനി പറയുകയാണ് കേട്ടോ. അങ്ങനെ കരഞ്ഞോണ്ടാണെങ്കിലും അനി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ മുത്തശ്ശനാണെങ്കിലും നല്ല സങ്കടം ആകുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിലും അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അപ്പം മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, "എന്താ കാര്യം? അനിമോൻ എന്തിനാ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയത്?" എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹം അവനോട് അനാമിക മോളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ്. അനാമികയുടെ സ്വഭാവം അത്ര നല്ല സ്വഭാവം അല്ലെന്നുള്ളത് നമുക്കെല്ലാവരെയും പോലെ അവനും അറിയാമല്ലോ. അതുകൊണ്ട് അവളുമായിട്ട് ഒന്നിച്ചൊരു ജീവിതം അത് അവന് സാധിക്കുമെന്ന് എനിക്കിന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ നന്ദു ആണ് ഇങ്ങോട്ടേക്ക് വന്നിരുന്നെങ്കിൽ അവൻ്റെ ജീവിതത്തിലും സന്തോഷം ഉണ്ടായേനെ. അപ്പം മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട്, "ആ കുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നതിനോട് തന്നെയാണ് എനിക്ക് താല്പര്യം. പക്ഷേ അന്ന് പറയേണ്ടവരൊന്നും ആ കാര്യങ്ങൾ പറഞ്ഞുമില്ല.
എനിക്ക് അനാമികയായിട്ടുള്ള വിവാഹം കഴിയുകയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, "വരട്ടെ, നമുക്ക് നോക്കാം. 1, 2 മാസം കൂടെ നമുക്ക് നോക്കാം. എന്നിട്ടും അവളുടെ സ്വഭാവത്തിലോ ഒന്നും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലാന്നുണ്ടെങ്കില് നമുക്ക് അനിമോന്റെ ജീവിതത്തിൽ നിന്ന് അവളെ അങ്ങ് പറിച്ചു കളയാന്ന്" പറയുകയാണ്. അനി എന്തായാലും നന്ദുവിനെ കാണാതിരിക്കുമോ എന്നുള്ള കാര്യത്തില് എനിക്ക് നല്ല സംശയമുണ്ട്. അവന്റെ മനസ്സിന്ന് നന്ദു മാറുമോ നോക്കാം. അങ്ങനെ ഒത്തുപോകാൻ ഒട്ടും കൂട്ടാക്കുന്നില്ലാന്നുണ്ടെങ്കില് മ്യൂച്വൽ ഡിവോഴ്സ് തന്നെ ചെയ്യിക്കാന്നും പറയുകയാണ്. അങ്ങനെ അന്ന് രാത്രിയാണെങ്കിലും അനി മുറിയിലോട്ട് കയറി വരികയാണ് ട്ടോ. ഈ സമയത്ത് അനാമികയുടെ കാമുകനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നും മിണ്ടാതെ തന്നെ അനിയാണെങ്കിലും അകത്തോട്ട് കയറി വരികയാണ്. അപ്പോഴേക്കും അനാമിക പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അനിയാണെങ്കിലും പറയുന്നുണ്ട്, "എന്തിനാ നീ കട്ടാക്കിയത്? വിളിച്ചോ വിളിച്ചോ" എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, "ഞാൻ വിളിക്കുമെടാ. ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങി പോവുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് വയറ്റിലുണ്ടാകുകയും ചെയ്യും. എന്നിട്ട് ഞാൻ പറയും അത് നിന്റെ കൊച്ചാണെന്നുള്ള കാര്യം. പിന്നെ നിനക്ക് എന്നെ ഡിവോഴ്സ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അതുപോലെ തന്നെ ഈ വീട്ടിൽ നിന്ന് എനിക്ക് പുറത്ത് പോകേണ്ടിയും വരത്തില്ല" എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അനി ചോദിക്കുന്നുണ്ട്, "ഛേ, നീ ഇത്ര ചീപ്പായിട്ടാണോടി ചിന്തിക്കുന്നത്? നീ ഇത്രയ്ക്ക് വൃത്തികെട്ടവളായിരുന്നോ? നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും ആരും ഇവിടെ കരുതിയിട്ടുണ്ടാവില്ല" എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, "അതേടാ, ഞാൻ മോശം പെണ്ണ് തന്നെയാ. എത്രയും പെട്ടെന്ന് ഞാൻ ഗർഭിണിയാകും. എന്നിട്ട് അതിന് കാരണം നീയാണെന്ന് ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്യും. പിന്നെ എനിക്ക് ഈ അനന്തപുരിയിൽ നിന്ന് തന്നെ പോകേണ്ടി വരില്ല" എന്നൊക്കെ പറയുന്നുണ്ട്. അനിയാണെങ്കിലും പറയുന്നുണ്ട്, "എടി നിർത്തിക്കോ. നീ ഒരുപാടങ്ങ് അതിര് കടക്കല്ലേ. നീ വല്ലാതെ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം. കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് ഞാനിത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മടുത്തു. എനിക്കിതൊന്നും സഹിക്കാൻ ഇനി വയ്യാന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിക്കുകയാണ് കേട്ടോ നമ്മുടെ അനി. അങ്ങനെ അനിയാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലും സങ്കടത്തിലും ഇനി എൻ്റെ കൂടെ ആരും നിൽക്കുന്നില്ലല്ലോ ദൈവമേ. ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലാന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ സൂസൈഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആ ഒരു സമയത്ത് കയ്യിൽ കിട്ടുന്ന എന്തോ ഒരു ഷാർപ്പായിട്ടുള്ള സാധനം കൊണ്ട് തന്നെ കൈഞ്ഞരമ്പ് മുറിക്കുകയാണ് കേട്ടോ അനി. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി ഞെട്ടി എഴുന്നേൽക്കുകയാണ്. കാരണം ദേവയാനി കണ്ട ഒരു സ്വപ്നമായിരുന്നു ഇത്. കാരണം ദേവയാനിയോടാണല്ലോ അവൻ ആത്മഹത്യയെക്കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ ദേവയാനി ഇനിയിപ്പോൾ എങ്ങാനും അനാമികയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അനിയുടെ ജീവന് തന്നെ ആപത്താണെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ ദേവയാനി. ദേവയാനിയാണെങ്കിലും പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നത് കാണുമ്പോഴേക്കും ജയൻ ചോദിക്കുന്നുണ്ട്, "എന്താടോ തനിക്ക് എന്ത് പറ്റി? താൻ എന്തിനാ ഇപ്പം ഞെട്ടി എഴുന്നേറ്റെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്." അപ്പം ദേവയാനി പറയുകയാണ്, "അത് പിന്നെ ജയേട്ടാ, ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ അനിയുടെ കാര്യം ഓർത്ത് ആകെ വിഷമിച്ചാണ് കിടന്നത്. അവൻ ഇന്ന് എന്നോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അനാമികയുമായിട്ട് ഒത്തുപോകാതെ നിവർത്തിയില്ലാതെ അവൻ കടുങ്കൈ ചെയ്യുന്നൊക്കെയായിട്ടാ ഞാൻ സ്വപ്നം കണ്ടതെന്നൊക്കെ പറയുകയാണ്." അപ്പോൾ നമ്മുടെ ജയനാണെങ്കിലും ദേവയാനിയെ ആശ്വസിപ്പിച്ചൊക്കെ കിടത്തുന്നുണ്ട്. "ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല ദേവയാനി. അനി അങ്ങനൊന്നും ചെയ്യില്ല" എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കിടത്തുന്നുണ്ട്. ദേവയാനെ ആശ്വസിപ്പിച്ച് കിടക്കാൻ പറയുന്നുണ്ടെങ്കിലും ജയന്റെ മനസ്സിലും അതൊരു തീക്കനലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ജയനാണെങ്കിലും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും അനിയെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോർ തുറന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴേക്കും തന്നെ അനിയാണെങ്കിലും ഹോളിൽ ഇങ്ങനെ സെറ്റിയിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. "മോനെ അനി, നീ ഉറങ്ങിയില്ലേ?" എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, "ഇല്ല വല്യച്ഛാ, എൻ്റെ ഉറക്കമൊക്കെ പോയിട്ട് കാലങ്ങളായി. ആ നാശം പിടിച്ചവളുടെ കൂടെ ആ റൂമിൽ കിടക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല" എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവൾ അവളുടെ കാമുകന്മാരെയൊക്കെ വിളിച്ചോണ്ടൊക്കെയാണ് കിടക്കുന്നത്. അതൊന്നും കേട്ടോണ്ടും കണ്ടോണ്ടും എനിക്ക് ആ റൂമിൽ നിൽക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത്രയും വൃത്തികെട്ട മനസ്സുള്ള അവളുടെ കൂടെ എങ്ങനെയാ വല്യച്ഛാ ഞാൻ കിടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ജയനോട്. അപ്പോഴേക്കും നമ്മുടെ അനിയാണെങ്കിലും ജയനോട് ചോദിക്കുന്നുണ്ട്, "വല്യച്ഛാ, എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? എങ്ങനെയെങ്കിലും ആ അനാമിക എന്ന് പറയുന്നവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരുമോ? വല്യച്ഛനും വല്യമ്മയും ആദിച്ചേട്ടനും നയനേടത്തിയൊക്കെ പറഞ്ഞാൽ മുത്തച്ഛൻ എന്തായാലും കേൾക്കും. നിങ്ങളൊക്കെ ഒന്ന് വേണ്ട രീതിക്ക് പറഞ്ഞാൽ മാത്രം മതി. നന്ദുവിനെ എനിക്ക് വിവാഹം കഴിച്ച് തരണ്ട. നന്ദുവുമായിട്ടുള്ള ഒരു ജീവിതം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഈ നാശം പിടിച്ചവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ മതി" എന്നൊക്കെ പറഞ്ഞ് അനിയാണെങ്കിലും നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. ജയനാണെങ്കിലും പറയുന്നുണ്ട്, "മോനെ അനി, നീ വിഷമിക്കണ്ട. ഇനി എന്തായാലും അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ തന്നെ എടുക്കും. മോൻ എന്തായാലും അതൊന്നും ഓർത്തോണ്ട് ബുദ്ധിമോശമൊന്നും കാണിച്ചേക്കരുത്. എന്തായാലും ഞങ്ങൾ എല്ലാവരും മോൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ ജയൻ. മോൻ എന്തായാലും സമാധാനമായിട്ട് തന്നെ പോയി കിടക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ജയനാണെങ്കിലും ചിന്തിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ മുത്തച്ഛനോട് നാളെ പറയണം. എങ്ങനെയെങ്കിലും അനാമികയെ അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മുടെ ജയൻ സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനലോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.